മാനവസേവ വെൽഫെയർ സൊസൈറ്റി ഭരത് ഗോപി പുരസ്കാരവും മാനവസേവ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മലയാള സിനിമയിലെ നടന വിസ്മയം ഭരത് ഗോപി 2006 രൂപം നൽകിയ സംഘടനയായ മാനവസേവ വെൽഫെയർ സൊസൈറ്റി നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പൊയ്കമുക്ക് തിപ്പട്ടി ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരത് ഗോപി 80കളിൽ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ എല്ലാ തരത്തിലുള്ള ആദരവും പിടിച്ചുപറ്റിയ അഭിനയം എന്ന വിഷയം, അഭിനയത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ ഭരതമുനിയുടെ ഏറ്റവും വലിയ ശിഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഭരത് ഗോപിയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ ഇന്ന് ചെറുപ്പക്കാർ കാണുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ചില പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം സ്ക്രീനിൽ കാട്ടിക്കൂട്ടിയ അത്ഭുതങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. സംസാരശേഷി ഇല്ലാത്ത ഒരു കലാകാരനായി ഭരത് ഗോപി അഭിനയിച്ച ചിത്രം എന്തായാലും രമ്യ ഹരിദാസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. മാധവിയല്ലേ നായിക, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഓർമ്മയ്ക്കായി എന്നുള്ള ചിത്രം ലോക സിനിമയിൽ തന്നെ മൂകാഭിനയം നടത്തിക്കൊണ്ട് ഇത്രയും വലിയ ഒരു നടനം നടത്തുക എന്നുള്ളത് ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ അപൂർവമായിരിക്കും. മാനവസേവ പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനവസേവ ഭരത് ഗോപി പുരസ്കാരം സുപ്രസിദ്ധ സിനിമാ താരം ലാലു അലക്സിന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ വിതരണം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക ഇത്രമാത്രം കലയും ഇത്രമാത്രം സംഗീതത്തെയും സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് ഇന്നാണ്. മാഡത്തെ ഞാനിങ്ങനെ TV-യിലൂടെ കാണാറുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഇന്നാണ് നേരിട്ട് കണ്ടതും. അല്ലെങ്കിൽ ഈ വാക്കുകൾ, അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങളും, ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ ആ സിനിമയിലെ പാട്ട് തന്നെ എനിക്ക് പോലും എനിക്ക് പറ്റിയല്ല, അതേ സിനിമയിലെ പാട്ട് തന്നെ പാടി നമ്മളെ ഇത്രയും നേരം ചിന്തിപ്പിച്ചു, രസിപ്പിച്ചു, എൻജോയ് ചെയ്തു. അന്നേരം അത് തന്നെ ആദ്യമേ പറയണ്ടേ എന്ന് എനിക്ക് തോന്നി. അത് പറയാനും കാരണമുണ്ട്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനവസേവ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നത് ഇതൊരു കലയുടെ മീറ്റിംഗ് ആണ്. ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ എല്ലാമായിരിക്കുന്നത് ഭരത് ഗോപിച്ചേട്ടനാണ്. ഭരത് ഗോപിച്ചേട്ടനാണ് ഈ ആശയം ഉണ്ടായതെന്നും ചേട്ടനിലൂടെ ഉണ്ടായ ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് ഇങ്ങനെ ഈ മാനവസേവ ഉണ്ടായതെന്നും ഈ മാനവസേവ കുറിച്ച് കുറച്ച് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ ഒക്കും. അതുപോലെ തന്നെ ഗോപിച്ചേട്ടനെ കുറിച്ച്
ഗോപിച്ചേട്ടനെ കുറിച്ച് എനിക്ക് കൂടുതൽ അടുപ്പമില്ല, എങ്കിലും കുറെ അടുപ്പമുണ്ട്. കരിമ്പിൻ പൂനക്കരെ, പിന്നെ നിലാവിന്റെ നാട്ടിൽ എന്ന് പറയുന്ന ഇങ്ങനെ 2-3 സിനിമകൾ ഞാൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ചേട്ടനൊക്കെ വലിയ സ്റ്റാറായിട്ടും വലിയ നല്ല ആർട്ടിസ്റ്റായിട്ടും കൊടിയേറ്റം കഴിഞ്ഞാണ് മലയാള സിനിമയിലേക്ക് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് വന്നത്. അന്നേരമൊക്കെ ഞാൻ ചെറിയ ചില വേഷങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴും ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നു. പ്രശസ്ത സിനിമാ സീരിയൽ താരം കുമാരി വൈഷ്ണവി സായ് കുമാറിന് മാനവസേവ പ്രത്യേക ജൂറി പുരസ്കാരവും ഇതോടൊപ്പം സമ്മാനിച്ചു. ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷാൻ SS ലഹരി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. ആയിരിക്കുന്ന അനുഗ്രഹീത കലാകാരൻ ഭരത് ഗോപി സാറ് ജനിച്ച നാടുകൂടിയാണ് ചിറയൻകീഴ് നിയോജക മണ്ഡലം. എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ചിറയൻകീഴിലാണല്ലേ? അപ്പൊ ഞാൻ പറയും, നിത്യഹരിത നായകൻ പ്രേം നസീർ സാറും ഭരത് ഗോപി സാറ്, മഹാകവി കുമാരനാശാൻ, GK പിള്ള സാർ, ബ്രഹ്മാനന്ദൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജന്മം കൊടുത്ത അനുഗ്രഹീതമായിരിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ആ പിന്തുണ നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൽ അനശ്വരമായിരിക്കുന്ന ഒരുപാട് സിനിമകൾക്ക് അഭിനയിച്ച് ജീവൻ കൊടുത്ത മഹത് വ്യക്തിയാണ് ഭരത് ഗോപി സാർ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് ബേബി ശാലിനി ആയിരുന്നു, അല്ലേ? ആടൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 പേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതുവഴിവാ കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുങ്ങി തുമ്പക്കൂടത്തിൽ തുള്ളിത്തുള്ളിവാ ആയിരങ്ങൊരുങ്ങി 1000 പേരൊരുങ്ങി, അല്ലേ? ആളത്തിലൊന്ന് കൈയടിച്ച് കൂടുതലാണ്. നേരത്തെ സ്വാഗതം പറഞ്ഞ ചേട്ടൻ എവിടെ പോയി? സ്വാഗതം പറഞ്ഞ ചേട്ടൻ പറഞ്ഞു കൈയടിക്കുന്നില്ല. 30 അംഗങ്ങളുള്ള ഒരു സാംസ്കാരിക സംഘടന കൂടിയാണ് ഇത്. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ കുഞ്ഞാറ് പാട്ടുനി പാടിയില്ലേ? മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാ നീ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ? കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. മാനവസേവാ സെക്രട്ടറി ശശിധരൻ നായർ, ട്രഷറർ അനിത ഹരി, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം കാർത്തിക S, ഗോകുലം മെഡിക്കൽ കോളേജ് വൈസ് ചെയർമാൻ ഡോക്ടർ മനോജൻ KK, മാനവസേവ രക്ഷാധികാരി അഡ്വക്കേറ്റ് S ലെനിൻ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാജീവ്, പ്രോഗ്രാം കൺവീനർ രഘുനാഥൻ ജോത്സ്യൻ, പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ബാബു രാജീവ് PR, വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഭയൻ, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.